നമസ്കാരം. ഞാൻ ഡോക്ടർ രാം നാരായൺ. ഞാൻ ചെന്നൈയിൽ ഒരു ന്യൂറോ സർജനാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറി എന്ന് പറയും. അതായത് നശിച്ചു പോയ ഞരമ്പുകളുടെ പ്രവൃത്തി സർജറി മൂലം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സർജറികളാണ് ഞാൻ ചെയ്യുന്നത്. റെസ്റ്റോറിങ് ലോസ്റ്റ് നെർവസ് ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ ഒരു സർജറി എന്ന് പറയുന്നത് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, DBS സർജറി ഫോർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മദ്യപാനം, ഡ്രഗ്സ് അടിക്കുക, ഇതൊക്കെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും. എല്ലാവർക്കും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതിന് മെഡിസിനിലും ഇതിനുമൊക്കെ ഈ ഒരുപാട് പേർക്ക് ശരിയാവാറുണ്ട്. പിന്നെ ഈ പ്രാർത്ഥന, പല വിധത്തിലും ഒരുപാട് പേര് മദ്യപാനികളും അവരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വരാറുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ പിന്നെയും പഴയ പോലെ ഈ പ്രശ്നത്തിലോട്ട് വഴുതി വീഴാറുമുണ്ട്. ഈ പ്രശ്നത്തിന് റിലാപ്സ് എന്ന് പറയും. അപ്പോൾ ഈ റിലാപ്സിന് വേണ്ടി മരുന്നൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് പലരും തിരിച്ച് പഴയ പോലെ മദ്യപിക്കുകയും ഒക്കെ കുറച്ച് നാൾ നന്നായിരിക്കും, പിന്നെയും പഴയ പോലെ ആവും. ഈ റിലാപ്സിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ചെവിയുടെയും കണ്ണിൻ്റെയും നടുക്കായിട്ട് അകത്തായിട്ട് ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന് പറഞ്ഞൊരു തലച്ചോറിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയാണ് ചില ആൾക്കാർക്ക് ഈ റിലാപ്സ് ഉണ്ടാക്കാനുള്ള കാരണം. ഈ ന്യൂക്ലിയസ് അക്കംബൻസിനെ എപ്പോഴും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ അതിനെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ തലയോട്ടിൽ ചെറിയ 2 ദ്വാരം, ചെറിയ ഒരു 1.5 മില്ലിമീറ്റർ ദ്വാരം ഇട്ട് 2 ഇലക്ട്രോഡ് വയറ് 2 അകത്ത് വെച്ച് ന്യൂക്ലിയസ് അക്കംബൻസിൽ വെച്ചിട്ട് ഇവിടെ നെഞ്ചിൻ്റെ അവിടെ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ മദ്യപിക്കാനും ഈ ഡ്രഗ്സ് അടിക്കാനും ഉള്ള ആ വെമ്പൽ, അതായത് ക്രേവിങ് എന്ന് പറയും, ആ വ്യഗ്രത ഇല്ലാതാവും. അതായത് ആഗ്രഹം ഇല്ലാതാവുമ്പോൾ പിന്നെ അവരൊരിക്കലും ഇതിലോട്ട് പിന്നെ വീഴത്തില്ല. ഇതൊരു സിമ്പിൾ സർജറിയാണ്. ഈ സർജറി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ നാളെ വീട്ടിൽ പോവാം. അല്ലാതെ ഒരുപാട് ദിവസങ്ങൾ ആശുപത്രി കിടക്കുകയും ICUവിൽ കിടക്കുക അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ സർജറിയാണ്. പിന്നെ ഒന്നും പുറത്ത് കാണത്തില്ല. എല്ലാം ഇവിടെ ഈ ബാറ്ററി ആയാലും ഈ വയറുകളൊക്കെ ആയാലും എല്ലാം അകത്താണ്. പിന്നെ റിസൾട്ട് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പോൾ തന്നെ അവർക്ക് ഈ മദ്യപിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതായിപ്പോവും. പിന്നെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സെലക്ട് ചെയ്യും, രോഗികളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 100 രോഗികൾ വന്നാൽ ഒരു 40-50 പേർക്കേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതിന് കുറച്ച് സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പറയും, ഈ ഓക്കെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോളൂ, നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, അല്ലെങ്കിൽ സോറി നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ ട്രൈ ചെയ്തു എന്ന് പറയും. ഇത് ഭയങ്കര സിമ്പിൾ സർജറിയാണ്. ആൻഡ് ഇതൊരു അപ്രൂവ്ഡ് സർജറിയാണ്. എല്ലാം ഒത്തിരി സ്ഥലങ്ങളിൽ ചെയ്ത് ഒരുപാട് പേര് മദ്യപാനത്തിൽ നിന്നും ഇതിനൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സർജറിയാണ്. നമസ്കാരം.